കൊല്ലം കടക്കൽ ക്ഷേത്ര ഉത്സവത്തിലെ ഗാനമേളയ്ക്കിടെ ഗായകൻ അലോഷി വിപ്ലവഗാനം ആലപിച്ച സാഹചര്യം വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി. ദേവസ്വം ബോർഡ് ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണം. ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ പ്രഥമദൃഷ്ട്യാ തൃപ്തിയില്ലെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. മാർച്ച് 10 ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗായകൻ അലോഷി അവതരിപ്പിച്ച സംഗീത പരിപാടിയിലാണ് പാർട്ടി ഗാനം ആലപിച്ചത്. ഗാനങ്ങൾക്കൊപ്പം സ്റ്റേജിലെ LED വാളിൽ ഡിവൈഎഫ്ഐയുടെ കൊടിയും പാർട്ടി ചിഹ്നവും ഉണ്ടായിരുന്നു. ഗാനം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ BJPയും കോൺഗ്രസും വിമർശനവുമായി രംഗത്തെത്തി. അതിനിടെയാണ് ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കേസ് പരിഗണിച്ച ഹൈക്കോടതി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് വിമർശനം ഉന്നയിച്ചത്. ദൈവത്തിനായി നൽകുന്ന പണം ധൂർത്തടിച്ച് കളയാനുള്ളതല്ല, ഭക്തരുടെ പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പണം കൂടുതലുണ്ടെങ്കിൽ അവിടെ വരുന്നവർക്ക് അന്നദാനം നൽകൂ. ഇത് ക്ഷേത്രോത്സവമാണ്, കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ല. ഉത്സവങ്ങൾ ഭക്തിയുടെ കൂട്ടായ്മയാണ്. ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ രാഷ്ട്രീയക്കാരല്ല, വിശ്വാസികളായിരിക്കണമെന്നും കോടതി വിമർശിച്ചു. ഹർജിയിൽ ദേവസ്വം അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നും ആരാണ് പരിപാടിക്ക് പണം മുടക്കിയതെന്നും കോടതി ചോദിച്ചു. ക്ഷേത്രോപദേശക സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മറുപടി. സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിട്ടുണ്ട്. അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ദേവസ്വം സെക്രട്ടറി സർക്കാരിന്റെ നിലപാട് കോടതിയിൽ അറിയിച്ചേക്കും. വ്യാപാരി വ്യവസായി സമിതിയുടെ വഴിപാടായാണ് സംഗീത പരിപാടി നടത്തിയത്. ഏത് പാട്ട് പാടണമെന്നത് കലാകാരന്റെ അവകാശമാണ്. പക്ഷേ പാട്ടിനൊപ്പം LED വാളിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.